ഹായ് ഗായ്സ്, നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? ഇപ്പോൾ ഒരു വാർത്ത കിട്ടിയതാണ്. ഇന്നലെ ഒരു ജിൻഡോ എന്ന് പറയുന്ന ബിഗ് ബോസ് സീസൺ 6 ഒരു സുഹൃത്തിനെ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളി ഒളിവിലാണെന്നും അദ്ദേഹം ചെറിയൊരു മോഷണം നടത്തിയെന്നും ജിമ്മിൽ കയറിയിട്ട് മോഷണം നടത്തി 10,000 രൂപയും അവിടെ വെച്ചിട്ടുള്ള ഹാർഡ് ഡിസ്കും ക്യാമറയും ഈ CCTVയുടെ ക്യാമറകളൊക്കെ മോഷ്ടിച്ചു. അതുപോലെ അതിൻ്റെ മുന്നേ CCTVയുടെ ഉടമയായ സ്ത്രീയെ വളരെ മോശമായ രീതിയിൽ അവരോട് പെരുമാറിയെന്നൊക്കെ ഇപ്പോൾ കേട്ടു. എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ പേരിൽ കേസായിട്ടുണ്ട്. അദ്ദേഹം മുൻകൂർ ജാമ്യത്തിന് കൊടുത്തിട്ടുണ്ട്. നല്ല കാര്യം. അദ്ദേഹത്തെ കിട്ടിയിട്ടില്ലെന്ന് പറയുന്നു, ഒളിവിലാന്ന് പറയുന്നു. കേസ് മുന്നേ ഉണ്ട്, തപ്പിയിട്ട് കിട്ടിയിട്ടില്ല. സ്വാഭാവികം. അപ്പോൾ എൻ്റെ വിഷയം അതല്ല. ഞാൻ ചോദിക്കാൻ വന്നത്, ഈ ബിഗ് ബോസ് എന്ന് പറയുന്നുണ്ടല്ലോ, ബിഗ് ബോസ് ഈ സാധനം സമൂഹത്തിന്, നമ്മുടെ ഇന്നത്തെ സൊസൈറ്റിക്ക് എന്താണ് ഇതിലൂടെ കൊടുക്കുന്നത്? എൻ്റർടൈൻമെൻ്റ് എന്ന് പറയാനൊന്നും പറ്റില്ല. ആൾക്കാർ പറയും ഭയങ്കര എൻ്റർടൈനിങ് ആണ്. ഞാൻ പറയുന്നത് ഏറ്റവും ചുരുക്കി പറയാമെന്ന് വെച്ചാൽ, മലയാളികളെ ചൂഷണം ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ബിഗ് ബോസ്. എന്ത് ചൂഷണമെന്നറിയോ? മറ്റുള്ളവരുടെ കിടപ്പറയിൽ ഒളിഞ്ഞു നോക്കാനുള്ള നമ്മുടെ വ്യഗ്രതയെ, നമ്മുടെ ആ ഒരു വാസനയെ, ആ ഒരു താല്പര്യത്തെ മുൻനിർത്തിയുള്ളൊരു പ്രോഗ്രാമാണ് ബിഗ് ബോസ്. ഏറ്റവും സിമ്പിളായിട്ട് പറയാൻ അത്രയേ ഉള്ളൂ. ഞാനിതൊന്നും കാണാറൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ മുന്നേ പണ്ട് ഒരു സമയത്ത് 2-3 എപ്പിസോഡ് കണ്ടതല്ല. നമ്മുടെ രജിത് സാറൊക്കെ ഉള്ള സമയത്ത് 2-3 തവണ ഇങ്ങനെ എന്താ പറയുക, നമ്മുടെ സമയവശാൽ അതിലൂടെ പോകുമ്പോൾ കണ്ടു എന്നല്ലാതെ ഇരുന്ന് കാണുന്ന ആളെന്നല്ല. പക്ഷെ അതിൻ്റെ ഒരു സ്വഭാവം എനിക്കറിയാം. ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഈ ഒരു പരിപാടിയുടെ ഒരു സ്വഭാവം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, 20 പേരെയോ 30 പേരെയാറ്റം ഒരു വീട്ടിൽ, ബിഗ് ബോസ് എന്ന് പറയുന്ന വീട്ടിലിട്ടിട്ട് അവരിൽ ഏറ്റവും കൂടുതൽ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, നമ്മുടെ ചാൾസ് ഡാർവിൻ്റെ ഒരു സിദ്ധാന്തം ഫോളോ ചെയ്യുന്നതാണ്. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, അതിൽ ഏറ്റവും ഫിറ്റായിട്ടുള്ള ആൾ. ഫിറ്റ് എന്ന് വെച്ചാൽ ബോഡി കൊണ്ടല്ല, മാനസികമായും സമ്മർദ്ദങ്ങളൊക്കെ അതിജീവിച്ച് ഏറ്റവും അവസാനം വരെ പിടിച്ചു നിൽക്കുന്ന ആളെ നമ്മുടെ മലയാളത്തിൻ്റെ എക്കാലത്തെയും വരദാനമായ ലാലേട്ടൻ അവർക്ക് പൂമാല അണിയിച്ചു കൊടുത്ത്, ഒരു ഫ്ലാറ്റൊക്കെ കൊടുത്ത്, കാറൊക്കെ കൊടുത്ത് അവരെ സെറ്റാക്കി വിടുന്നുണ്ട്. ഓക്കെ, നല്ല കാര്യം, വളരെ നല്ലൊരു കാര്യമാണ്. പക്ഷേ എൻ്റെ കൺസേൺ അതല്ല. ഞാൻ പറഞ്ഞു വന്ന വിഷയം അതല്ല. അതായത് ഇപ്പോൾ ഈ വാർത്ത, ജിൻഡോയുടെ വാർത്ത കേട്ടപ്പോഴാണ് ഞാനിതിൽ പ്രതികരിക്കണമെന്ന് തോന്നിയത്. ജിൻഡോ എന്ന് പറഞ്ഞ ആളെ വ്യക്തിപരമായിട്ടൊന്നും എനിക്ക് പരിചയമൊന്നുമില്ല. അദ്ദേഹം ചെറിയൊരു തെറ്റ് പറ്റിയിട്ടുണ്ടാകും. തെറ്റ് പറ്റാത്തവരാരുമില്ല, മനുഷ്യരാണ്. അപ്പോൾ അദ്ദേഹത്തിന് നിയമ സംവിധാനം ഒരുക്കിയ ശിക്ഷ കിട്ടട്ടെ. ഓക്കെ, ജിൻഡോയെ കള്ളനെന്ന് വിളിച്ച് അധിക്ഷേപിക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തെ മോശമാക്കി പറയാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ഒരു പേഴ്സണൽ ഷെയ്മിങ്ങോ അല്ലെങ്കിൽ ബോഡി ഷെയ്മിങ്ങിനോ ഒന്നും എനിക്ക് താല്പര്യമില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ സൊസൈറ്റിക്ക് നമ്മൾ ദിവസവും പോയിക്കൊണ്ടിരിക്കുന്നത് മുന്നോട്ടേക്കാണ്. ആരും ബാക്കോട്ടേക്ക് പോകുന്നില്ലല്ലോ. ഇന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഇന്നലേക്ക് പോകുന്നില്ലല്ലോ. ചിലപ്പോൾ ഇന്നലെ ചിന്തിക്കും, എൻ്റെ ഇന്നലെയുടെ തെറ്റുകളിൽ നിന്ന് പഠിച്ചിട്ട് നാളെ ഒരു നല്ലൊരാളാവാൻ വേണ്ടി നമ്മളിപ്പോൾ ഇന്നലെ പറ്റി ചിന്തിക്കും. അല്ലാതെ ഇന്നലെ കഴിഞ്ഞു പോയി ഒന്നും കൂടി ഇന്നലേക്ക് പോകണമെന്നൊന്നും ആരും ചിന്തിക്കില്ലല്ലോ. എന്ന് പറഞ്ഞതുപോലെ ഈ കോപ്പിലെ ഏഷ്യാനെറ്റ് ചാനലിനോടൊന്നും യാതൊരു പ്രോബ്ലവും ഇല്ലേ. പക്ഷേ ഈ പറയാനുള്ള കാരണം, ഈ ഒരു പ്രഹസനമായിട്ടുള്ള ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓൾറെഡി തൊഴിലില്ലായ്മ രൂക്ഷമായിട്ടുള്ള നമ്മുടെ സമൂഹത്തിലേക്ക് കൂടുതൽ തൊഴിലില്ലായ്മ സൃഷ്ടിക്കാനോ, അത് ഇനിയുള്ള ആൾക്കാർ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. എനിക്ക് ഏഷ്യാനെറ്റിലെ ബിഗ് ബോസിലേക്ക് പോകാനുള്ള എല്ലാ കഴിവും ഉണ്ട്. അവിടെ ചെന്ന് പരസ്പരം തല്ലുകൂടിയാൽ മതി. അതിനുവേണ്ടി ട്രെയിനിങ് എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് എന്നൊക്കെ കേട്ടു. ബിഗ് ബോസിന് വേണ്ടി 1 വർഷമായി ഞാൻ തയ്യാറെടുക്കുന്നു. 5 വർഷം മുമ്പേ ബിഗ് ബോസിന് വേണ്ടി ജോലി കളഞ്ഞിട്ട് അധ്യാപകൻ വന്നിട്ടുണ്ടെന്നൊക്കെ കേട്ടു. അതുപോലെ ലെസ്ബിയൻ ആയിട്ടുള്ള കപ്പിൾസ്, അതുപോലെ സമൂഹത്തിന് വളരെ വേണ്ടപ്പെട്ടവരെ ഇവർ കൊണ്ടുപോകുന്നത്. വളരെയധികം സമൂഹത്തിന് ശരിക്കും പറയാൻ വെച്ചാൽ, ഇങ്ങനെ സമൂഹത്തിന് വാഗ്ദാനമായി കിടക്കേണ്ട ആൾക്കാരെ 100 ദിവസം ഒരു വീടിൽ പൂട്ടിയിട്ടുകൊണ്ട് ഏഷ്യാനെറ്റ് കാണിക്കുന്ന തെമ്മാടിത്തത്തിനെതിരെ എല്ലാവരും പ്രതികരിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ലാതെ ഇപ്പോൾ എന്താ പറയേണ്ടത്? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പ്രോഗ്രാം കൊണ്ട് ബെനിഫിറ്റഡ് എന്താണ്? എൻ്റർടൈൻമെൻ്റ് ആണെങ്കിൽ എൻ്റർടൈൻമെൻറ്റിൽ സിനിമകളില്ലേ, എൻ്റർടൈൻമെൻറ്റിൽ കോമഡി ഷോസ് ഇല്ലേ, എൻ്റർടൈൻമെൻറ്റ് ഒരുപാട്
പിന്നെ വ്ളോഗേഴ്സ് ഇല്ലേ. ഇപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ തൊപ്പി, ഈ ബിഗ് ബോസ് ആയിട്ട് പറയാൻ കാരണം തൊപ്പിയുടെ ഒരു ഹൗസ് ഉണ്ട്, തൊപ്പി ഹൗസ്. തൊപ്പി ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് പിന്നെ ഇപ്പോൾ 10 ആളോളം അഡോപ്റ്റ് ചെയ്തിട്ട് പിന്നെ അവൻ്റെ സ്റ്റാഫാക്കി വെച്ചിട്ട് അല്ലെങ്കിൽ അവൻ്റെ കീഴിലാക്കി വെച്ചിട്ട് അവർ ലൈവ് ഷോസൊക്കെ ഇടണം. അത് വളരെ എൻ്റർടൈൻമെൻറ്റാണ്. സത്യം പറയാം, ഞാനൊക്കെ പണിയൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മളിങ്ങനെ വയ്യല്ലോ, മൂഡ് ഔട്ടാണല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ തൊപ്പിയുടെ ഒരു ഷോ കണ്ടു കഴിഞ്ഞാൽ മൂഡാവും, ഓണാവും നമ്മൾ. അതായത് കുറേ പാട്ട് വെച്ച് അവരെല്ലാം ഡാൻസ് ചെയ്യുന്നുണ്ടാവും, അല്ല അവരാരെങ്കിലും ഫോൺ ചെയ്ത് എന്തെങ്കിലും കോമഡി സ്കിറ്റാക്കുന്നുണ്ടാവും. അതൊക്കെ ഓക്കെയാണ്, എൻ്റർടൈനിങ് ആണ്. ഇത് ഈയൊരു ടോക്സിക് ആയിട്ടുള്ള ഷോ, ദ ബെസ്റ്റ് എവർ ടോക്സിക് ഷോ എന്ന് പറയാം നമ്മുടെ പിന്നെ ബിഗ് ബോസിന്. കാരണം ഇതിൻ്റെ ഉള്ളിൽ എന്താണ് പറയുന്നത്? ഒരാൾ, ഈ 10 ആളുണ്ടെങ്കിൽ 10 ആൾ 9 ആൾ കൂടി ഒരാളെ കുറ്റം പറയും, ഈ ഒരാൾ ബാക്കി 9 ആളെയും കുറ്റം പറയും, അപ്പുറം ഇപ്പുറം കുറ്റം പറയും, ഇപ്പുറം ഏഷണി പറഞ്ഞു, അപ്പുറം. അപ്പോൾ ചോദിക്കും സൊസൈറ്റിയിൽ ഇതല്ലേ നടക്കുന്നത്? ആയിക്കൊള്ളട്ടെ, സൊസൈറ്റിയിൽ അതാണ് നടക്കുന്നതെങ്കിൽ നമ്മളതിന് മാറ്റം വരുത്താൻ, അല്ലെങ്കിൽ സൊസൈറ്റിയോട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു മീഡിയ ചാനൽ ഇങ്ങനെ ഒരു നോൺസെൻസ് പരിപാടി കാണിച്ചിട്ട് ഇതിൽ എന്താ കിട്ടുന്നത്? ഞാൻ പറഞ്ഞ സംഭവമാണ് ഇത്. മലയാളിയുടെ മറ്റുള്ളവൻ്റെ കിടപ്പറയിലേക്ക് ഒളിഞ്ഞു നോക്കാനുള്ള വ്യഗ്രതയെ ചൂഷണം ചെയ്യുന്നൊരു ഷോ ആണ് ഇത്. കാണുന്ന എല്ലാവരും അങ്ങനെയാണെന്നല്ല, നമുക്കങ്ങനെ ഒരു താല്പര്യം ഉണ്ടല്ലോ നോർമലി. നമ്മളൊക്കെ അതിൽ നിന്ന് അങ്ങനെ എല്ലാതാവാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ്. അപ്പുറത്തെ വീട്ടിൽ എന്താ നടക്കുന്നത്, അവിടെ ആരൊക്കെയാണ് വന്നത്, അവിടെ ആരൊക്കെയാണ് പോയത്, അവരുടെ വീട്ടിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങളുള്ളത്, ഓക്കെ. ഒരു നിലവിളി കേട്ടാൽ നമ്മൾ പോയി നോക്കും, അത് വേറെ വിഷയം. പക്ഷേ പൊതുവെ രാവിലെ എണീച്ചിട്ട് പിന്നെ കുളിച്ച് മാറ്റിയിട്ട് ഇന്ന് അപ്പുറത്തെ വീട്ടിൽ എന്തോ ഈ പരിപാടി നോക്കണമല്ലോ, ആ ഒരു മെൻറ്റാലിറ്റിയെ ചൂഷണം ചെയ്യുന്നൊരു ഷോ ആണ് ഈ ബിഗ് ബോസ്. കാരണം ഇതുകൊണ്ട് ആർക്കും സൊസൈറ്റിക്ക് 1 രൂപയുടെ ലാഭം ഉണ്ടായിട്ടില്ല. ചിലപ്പോൾ പരസ്യക്കാർക്കും മറ്റേ ബിസിനസ് പരമായിട്ട് വേറത്. ഞാൻ പറയുന്നത് ഒരു പ്രോഗ്രസീവായിട്ടുള്ള സൊസൈറ്റിക്ക്, നാളെയുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സമൂഹത്തിന് ഞാനെന്നൊരു വ്യക്തിയെ കൊണ്ട് നാളെ ഈ ഒരു സമൂഹത്തിന് എന്തെങ്കിലും ഒരു ഗുണമുള്ള കാര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ അതുമായി മുന്നോട്ട് പോകാമെന്ന് ചിന്തിക്കുന്നതിന് പകരമായിക്കൊണ്ട് വലിയൊരു റെസ്പോൺസിബിലിറ്റിയുള്ള മീഡിയ റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ നമ്മുടെ ഡെമോക്രസിയുടെ ജനാധിപത്യത്തിൻ്റെ 5th പില്ലർ എന്നറിയപ്പെടുന്ന, ജനാധിപത്യത്തിൻ്റെ ഒരു തൂണെന്നറിയപ്പെടുന്ന മാധ്യമം തന്നെ ഇമ്മാതിരി ഗിമിക്ക് ഷോവും കാണിച്ച് ജനങ്ങളുടെ വ്യൂവർഷിപ്പ് കൂട്ടിയിട്ട് അവരുടെ ലാഭത്തിന് വേണ്ടി എന്ത് തോന്നിവാസവും കാണിക്കുന്ന രീതിയിലുള്ള ഇവന്മാരുടെയൊക്കെ പുച്ഛയും അവജ്ഞയും മാത്രമല്ല, ഇവർ കൊടുക്കുന്ന സമൂഹത്തിന് കൊടുക്കുന്ന പ്രൊഡക്റ്റാണ് കള്ളന്മാർ. തുറന്നു പറയാം. അപ്പോൾ ചോദിക്കും പിന്നെ അവരെന്ത് വെച്ചു, പിന്നെ ഈ ഷോയിലൂടെ അവൻ അർഹമല്ലാത്ത ഒരു പൊസിഷനിലേക്ക് അവനെ എത്തിക്കുകയും അവന് വേണ്ടുന്ന സാമ്പത്തിക സഹായങ്ങളും കിട്ടിയപ്പോൾ അവനെന്തായി, അതിന് കൂടുതൽ കക്കണം, ഞാനതിന് കട്ടാലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ള മെൻറ്റാലിറ്റിയിൽ എത്തിയിട്ടുണ്ടാവും. ചിലപ്പോൾ ജിൻഡോയെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്താവും പറയും ബിഗ് ബോസ് എന്നാണ് എനിക്കിതിൻ്റെ പ്രേരണ കിട്ടിയെന്ന് ചിലപ്പം പറയുന്നുണ്ടാവും. ഞാൻ പറഞ്ഞേക്കാം. ചുരുക്കി പറയാമെന്ന് വെച്ചാൽ ഈ ഒരു ഷോ കൊണ്ട് ഇതിൻ്റെ ബെനിഫിറ്റ്സ്, ഇതിൻ്റെ പിന്നെ ഗുണഭോക്താക്കൾ ആരാണ് ചിന്തിച്ചിട്ടുണ്ടോ? എന്തിനാണ് ഈ ഷോ? ഇതുകൊണ്ട് എന്താ കിട്ടുന്നത്? കുറേ ആൾക്കാർക്ക് ആദിലേ നൂറേയും കണ്ടാൽ മതി, ചില ആൾക്കാർക്ക് മറ്റുള്ളവരെ കണ്ടാൽ മതി. അതിനൊക്കെ പല ഓപ്ഷൻസ് വേറെയുണ്ട് നമ്മുടെ മുന്നിൽ. ഇതല്ല ആൾക്കാരെ തമ്മിലടിക്കുന്നത് കാണിപ്പിച്ച് നാളെയുടെ സമൂഹത്തെ വാർത്തെടുക്കുകയാണ് ഉദ്ദേശം. ഇത് കാണുന്ന കുട്ടികൾ എന്താ പഠിക്കുന്നത്? മറ്റുള്ളവരെ പറ്റി കുറ്റം പറയണം, അവരെ ബ്ലോക്ക് ചെയ്ത് അവരെ തോൽപ്പിക്കാൻ വേണ്ടി ഞാൻ ഇന്ന കാര്യം ചെയ്യണം. മത്സര ബുദ്ധി വളർത്തുകയല്ലേ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഫ്രസ്ട്രേറ്റിംഗ് മെൻറ്റാലിറ്റി വളർത്തുന്ന ഒരു സാധനമല്ലേ ഇത്. മറ്റുള്ളവൻ്റെ വളർച്ചയിൽ ഫ്രസ്ട്രേറ്റഡ് ആയി അവനെ തകർക്കാൻ വേണ്ടി എന്തൊക്കെ പ്ലാൻ ചെയ്യാം, എന്നിട്ട് എനിക്ക് മുന്നിലെത്തിയിട്ട് ഞാൻ ഇവിടെ വിന്നറാകണം. എന്തിനാണ് നീ വിന്നറാകുന്നത്? നമ്മുടെ സൊസൈറ്റിയുടെ സുസ്ഥിരമായ വളർച്ചയ്ക്ക് ആവശ്യം വിൻ വിൻ സ്ട്രാറ്റജിയാണ്. ഞാനും ജയിക്കണം, നീയും ജയിക്കണം. ആ ഒരു മെൻറ്റാലിറ്റിയിലല്ലേ പോകേണ്ടത്. ഇവർ കൊടുക്കുന്ന സോഷ്യൽ മെസ്സേജ് എന്താണ് എനിക്കറിയില്ല. ഇതിനെപ്പറ്റി കൂടുതൽ പഠിച്ച ആൾക്കാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബിഗ് ബോസിനെ കൊണ്ട് സമൂഹത്തിലുള്ള ഗുണങ്ങൾ അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ പ്ലീസ്.